ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്കും സുഖം എന്ന് പറയാം. ഇതായിട്ട് കുറേ ദിവസമായില്ലേ ഞാൻ വന്നിട്ടില്ലേ? വിഷുവിൻ്റെ അന്ന് വന്ന പിന്നെ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ വിഷുവിൻ്റെ തലേദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നലെയാണ് എത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ മോന് പനിയായിട്ട് അവിടെ അഡ്മിറ്റ് ആയിരിക്കുകയായിരുന്നു ജിസ്മി ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കാരണം വിഷു എല്ലാം ഹോസ്പിറ്റലായിരുന്നു. അതിൻ്റെ അന്ന് തലേദിവസമേ പോയത്, വിഷുവിൻ്റെ തലേദിവസമേ പോയി. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് വിഷുവൊക്കെ ഘോഷിച്ചല്ലേ. പിന്നെ പ്രത്യേക ഒരു കാര്യം, എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് പല രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ. ചൂടത്തൊന്നും അധികം പുറത്തിറങ്ങിയാലും വെള്ളം നന്നായിട്ട്, നമ്മളെവിടെ പോയാലും കയ്യിലൊരു കുപ്പി വെള്ളം കരുതണം കേട്ടോ. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ കുറേ ആയില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കണ്ടിട്ട്. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്താ വെക്കണ്ടേന്ന് ഓർത്തിങ്ങനെ ഉരുളക്കിഴങ്ങ് മസാല, ഒരു ബീഫ് ഒലത്തുന്ന പോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് വെച്ചാലോ എന്നൊരു ആഗ്രഹം. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ച് നമുക്ക് ഒന്നിച്ച് കുറേ ആയി ഒന്നിച്ച് കറി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയി ഒന്ന് കറിയൊക്കെ വെച്ച് ഒന്ന് വരാമെന്ന് ഓർത്തു. അപ്പം അതിന് ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ച്, പകുതി ഹാഫ് വെച്ച് സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് നമ്മൾ ബീഫ് വളർത്തുന്ന ഉള്ളി, ഒരു സവോള കൊത്തി അരിഞ്ഞത്, തക്കാളി, വെളുത്തുള്ളി, കരിവേപ്പില, ഞാൻ വന്നിടത്തല്ല പച്ചമുളക് തീർക്കും. അത് നമുക്കതിന് പത്തമുളക് ഇടാം കേട്ടോ. അത് കാരണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു ബീഫ് ഒലത്തിയതെന്ന് പറയാം, നമുക്ക് ഉരുളക്കിഴങ്ങ് ഒലത്തിയത് മസാല ഇട്ടിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ കൂടെ വരുമല്ലേ, നമുക്ക് പോയി വെച്ചാലോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നിങ്ങളും അതേപോലെ വെക്കണം. അപ്പം ബാ. അപ്പം ചീഞ്ചട്ടി വെച്ചു, ചൂടായി. നമുക്ക് എണ്ണ ഒഴിക്കാമേ. കുറച്ച് എണ്ണ ഒഴിച്ചു. ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കണം. എണ്ണയും കൂടെ ചൂടായാൽ മതി. ചറവറാന്ന് വിട്ട് എണ്ണ കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ ചൂടായ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ ഇച്ചിരി പെരിഞ്ചീരകം കേട്ടോ. കടിച്ചു പൊട്ടിക്കണ്ടേ അതിലൊക്കെ. ഇത് പത്തലമുളക് 3 കരിവേപ്പില, വെളുത്തുള്ളി, തീ കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളി എല്ലാം കൂടെയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. വളരെ ചോറൊക്കെ റെഡി ആയോ? ഇപ്പോഴത്തെ ചോറൊക്കെ ആയോ? നമ്മുടെ ചോറ് ഇന്നലെ വെച്ചേക്കൂട്ട് കുറച്ചുണ്ട്. പിന്നെ ഞാനിപ്പോൾ വെച്ചു. ഇന്നലെ വെച്ചേക്കൂട്ട് ലേശം ഇല്ലായിരുന്നു. മതിയെന്ന് തോർത്തിയിരുന്നു, പോകുമ്പോൾ തികയില്ല. അപ്പോൾ കുറച്ച് വെക്കണം. കുറച്ച് ചോറൊക്കെ വെച്ച് കറി തന്നെ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ആലോചിച്ച് വേണം ഒറ്റയ്ക്ക് വെച്ചാലും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയി ഉണ്ടാക്കാമെന്ന് ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും വിളിക്കാൻ വന്നതാണ്. പിന്നെ വീണ്ടും പറഞ്ഞു എല്ലാവരും വെള്ളം കുടിക്കണേ നന്നായിട്ട്. ആശുപത്രിയിലെല്ലാം കഴിക്കാറാണ്. വെള്ളം കൂടി കുറഞ്ഞതിൻ്റെ പല അസുഖങ്ങളാണ് എല്ലാവർക്കും. നന്നായിട്ട് വാടട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉള്ളിയൊക്കെ വാടി കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കുറച്ച് ഉപ്പിടാമേ. കുറച്ച് ഇടുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഉപ്പിടണം കേട്ടോ.
നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂൺ, കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇളക്കാം. തീ കുറച്ച് വെക്കണേ, കരിഞ്ഞു പോകും. ഇത് മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബീഫ് മസാല ഇടണം. ബീഫ് മസാല ഇടുക കേട്ടോ. മതി, കുറച്ച്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. ഇതിട്ടാലാണ് നമ്മൾ പറഞ്ഞ ബീഫ് മസാല ഇതാവുള്ളൂ. ഉരുളക്കിഴങ്ങ് മസാല ആവുള്ളൂ ബീഫിൻ്റെ വാങ്ങൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി തീ കൂട്ടി വെക്കുക. ഈ തക്കാളി, ഉള്ളി ഇതെല്ലാം കൂടി മസാലയ്ക്കകത്തൊന്ന് തിളച്ച് വേവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് എടുത്തിടാം. നമ്മുടെ ബീഫ് എന്നതാണ് ഉരുളക്കിഴങ്ങ്. അപ്പം ബീഫ് ചേട്ടൻ എടുത്തിടാം. എല്ലാവരും ഓർക്കും ബീഫാണ്, ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് ഫ്രൈ ആക്കുന്നതിനാണ് ഈ പറഞ്ഞത്. തിളച്ച് ഒരുമാതിരി ആവട്ടെ, എന്നിട്ട് നമുക്ക് ശരിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇടാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇറച്ചി കറി വെക്കുന്ന പോലെ കേട്ടോ. ഇനി ഇതിവിടെ ഇന്ന് ആവിയിൽ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇതെല്ലാം ഇതിലേക്കൊന്ന് സെറ്റാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബീഫ് വളർത്തിയത് അടിപൊളിയായി കേട്ടോ. ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ട് നന്നായിട്ട് വരട്ടി വരുന്നു കേട്ടോ. അടിപൊളിയാണേ. ഞാൻ അടിപൊളി എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണോ എന്ന് പറയണേ. അപ്പം ഇപ്പോഴാണോ അത് ഓണായത്? അപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. അടിപൊളിയാട്ടോ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണത് നല്ല സൂപ്പറാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് മോശമല്ലേ. ആരും കഴിക്കാനില്ല, എല്ലാവരും മരുന്ന് കഴിച്ചിരുന്ന ഉറങ്ങുക. അപ്പം സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറച്ചി തിന്നണമെന്ന് ഊതി കയറുമ്പോൾ വേഗം ഉരുളക്കിഴങ്ങ് എടുക്കുക. 2 ഉരുളക്കിഴങ്ങ് എടുക്കും, മസാല ഇട്ട് വേഗം സൂപ്പറായിട്ട് ഉണ്ടാക്കിയാൽ മതി. അടിപൊളിയാട്ടോ. ഇപ്പം നമുക്ക് ബീഫിൻ്റെ ഇതായി, ഉരുളക്കിഴങ്ങെല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ തന്നെ വെച്ചിട്ട് നോക്കണം കേട്ടോ. നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ.
നിങ്ങളെല്ലാവരും എനിക്ക് യൂട്യൂബിൻ്റെ അകത്തൊക്കെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.